ബിനോയ് വിശ്വം CPI സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് കേൾക്കാം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ഫണ്ടും NEP-യുമായിട്ട് ബന്ധമാണ്. NEP-യുടെ സ്കീം പൂർണ്ണമായി നടപ്പിലാക്കാതെ ഈ ഫണ്ട് കിട്ടില്ല എന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല PMC-യുടെ ഉള്ളടക്കം ചിലവാക്കുന്ന എല്ലാ കുറിപ്പുകളിലും കാണുന്നുണ്ട് 6 പില്ലേഴ്സിനെ പറ്റി. 6 പില്ലേഴ്സ്. ആ പില്ലേഴ്സിൽ ഒന്നാമത്തെ പില്ലർ ഇതാണ് NEP. അപ്പോൾ RSS തന്നെ പൂർണ്ണമായും നടപ്പിലാക്കാനാണ് CPM മുന്നോട്ട് പോകുന്നത്. CPM മുന്നോട്ട് പോകില്ല. CPM RSSനെ ചെറുക്കുന്ന, ആശയപരമായും രാഷ്ട്രീയമായും എതിർക്കുന്ന ഇന്ത്യയിലെ ലെഫ്റ്റിൻ്റെ മുമ്പിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയാണ് CPI പോലെ തന്നെ. അതുകൊണ്ട് CPM ഒരു RSS പരിപാടിയെ പിന്തുണയ്ക്കാൻ പോകുന്നില്ല. പക്ഷേ ഇന്നലെ ബിനോയ് വിശ്വം കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് ഇത് ഒരു നിഷ്കളങ്കമായ പദ്ധതിയല്ല, ദേശീയ വിദ്യാഭ്യാസ നയം എതിർക്കുന്നതാണ്, നമ്മൾ എതിർക്കുന്ന പരിപാടിയാണ്. ആ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാനുള്ള കുറുക്ക് വഴിയാണ് PM ശ്രീ. ആ PM ശ്രീ അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ CPM അംഗീകരിക്കുന്നു, CPM അതുമായി മുന്നോട്ട് പോകില്ല എന്ന ആത്മവിശ്വാസം പ്രകടമാക്കുകയാണ് CPI സംസ്ഥാന സെക്രട്ടറി എന്നത് കാണുക. എന്തായാലും CPI അതിനകത്ത് നിന്ന് പിന്നോട്ട് പോകുന്നില്ല എന്ന് മാത്രമല്ല കടുത്ത നിലപാടിൽ നിലകൊള്ളുന്നു എന്ന് കൂടിയാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളിലൊന്ന്.